ത്രിയേക ദൈവത്തിന് സ്തുതി. ഇന്ന് നിങ്ങളോടൊത്ത് അല്പസമയം ചിന്തിക്കാൻ കിട്ടിയിരിക്കുന്ന വിഷയം ഈ വർഷത്തെ OVBSന്റെ ചിന്താവിഷയമായ 119 സങ്കീർത്തനം 9 വാക്യം, നടപ്പിൽ നിർമ്മലരായിരിപ്പിൻ എന്നുള്ളതാണ്. ബാലൻ തൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. അതായത് ദൈവവചനത്തെ പ്രമാണിച്ച് ശ്രദ്ധ വെച്ച് സഞ്ചരിക്കണമെന്ന്. ക്രിസ്തീയ ജീവിതം ഒരു തീർത്ഥാടനമാണ്. ഈ യാത്ര പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നതായിരിക്കണം. അതെപ്രകാരമാണെന്ന് ചില ചിന്തകളിലൂടെ നമുക്ക് നോക്കാം. ഹൃദയശുദ്ധിയുള്ളവരാകണം. ദൈവസ്വഭാവത്തിന്റെ ശ്രേഷ്ഠമായ ഒരു ഗുണമാണ് ഹൃദയശുദ്ധി. നിർമ്മല ഹൃദയം പ്രതിദിനം നമ്മെ ദൈവത്തോടടുപ്പിക്കും. മത്തായി 5:8 ഇപ്രകാരം പറയുന്നു: ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. എന്താണ് ഹൃദയശുദ്ധി? ദൈവഹിതത്തിലേക്ക് നമ്മുടെ ചിന്തകളെയും ആഗ്രഹങ്ങളെയും കേന്ദ്രീകരിക്കുകയും ദൈവഹിതത്തിനെതിരായ സർവ്വതും ബോധപൂർവം ഹൃദയത്തിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യുമ്പോൾ ഹൃദയത്തിന് ലഭിക്കുന്ന അവസ്ഥയാണ് ഹൃദയശുദ്ധി. നിർമ്മലനായ ഹാബേലും ദൈവത്തോടു കൂടി നടന്ന ഹാനോക്കും പിതാവായ യോസേഫും ശുദ്ധിമതിയായ വിശുദ്ധ മറിയാമും വിശുദ്ധ ഹൃദയത്തിന്റെ സവിശേഷ മാതൃകകളാണ്. തെറ്റുകളെ തിരിച്ചറിയുക, അനുദപിക്കുക, ഏറ്റുപറയുക. ഹൃദയ ശുദ്ധീകരണത്തിലേക്ക് ദൈവം വഴി നടത്തും. നടപ്പിൽ നിർമ്മലരായിരിക്കും എന്നുള്ള നിർദ്ദേശത്തിൽ ആരോഗ്യ പരിപാലനത്തിനും ശാരീരിക വിശുദ്ധിക്കും ശ്രദ്ധേയമായ പ്രാധാന്യമുണ്ട്. ആത്മശരീര മനസ്സുകളുടെ താളാത്മകവും ശക്തവുമായ പ്രവർത്തനമാണ് ആരോഗ്യം എന്ന് പറയുന്നത്. ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. ദൈവാത്മാവാണ് നമ്മിൽ വസിക്കുന്നത്. 1 കൊരിന്ത്യർ 3:16 ഇപ്രകാരം പറയുന്നു: മനുഷ്യ ശരീരം ദൈവത്തിന്റെ കൈവേലയാണ്. അതിനെ അപമാനിക്കുകയോ അശുദ്ധമാക്കുകയോ ചെയ്യുന്നത് ദൈവനിന്ദയാണ്. വിശുദ്ധ മാമോദീസ, വിശുദ്ധ മൂറാൻ അഭിഷേകം, വിശുദ്ധ കുർബാന അനുഭവം ഇവയാൽ നാം ദൈവശരീരത്തോട് ഏകീഭവിച്ചവരാണെന്ന് എപ്പോഴും ഓർത്തുകൊള്ളണം. നടപ്പിൽ നിർമ്മലരായിരിക്കും എന്ന നിർദ്ദേശത്തിൽ വ്യക്തിപരമായ വിശുദ്ധിയോടൊപ്പം നാം അധിവസിക്കുന്ന സമൂഹത്തിന്റെ ശുദ്ധീകരണവും ഉൾപ്പെടുന്നു. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ് എന്ന യേശുവിന്റെ വാക്കുകൾ അജ്ഞതയും പാപവും കൊണ്ട് അന്ധകാരത്തിലായ ലോകത്ത് ദൈവിക സത്യവും നീതിയും പ്രതിഫലിപ്പിക്കുന്നതിനുള്ള ആഹ്വാനമാണ്. അന്ധകാരം നിറഞ്ഞ ലോകത്തിൽ ദൈവകൃപയാകുന്ന വെളിച്ചം സ്വീകരിച്ച് പ്രസ്തുത വെളിച്ചം നാം അധിവസിക്കുന്ന സമൂഹത്തിന് നൽകുവാൻ നമുക്ക് കഴിയണം. നടപ്പിൽ നിർമ്മലരായിരിക്കാൻ വിശുദ്ധിയോടെ നടക്കണം, വിവേകപൂർവം ജീവിക്കണം. ദൈവിക ജ്ഞാനമാണ് വിവേകം. ഇരുട്ടിനെയും വെളിച്ചത്തെയും വിവേകപൂർവം തിരിച്ചറിഞ്ഞ് വിശുദ്ധിയിൽ നടക്കുന്നവൻ ഇടർച്ചയെ ഭയപ്പെടുന്നില്ല. അവർ ദൈവിക ജ്ഞാനത്തിൽ സുരക്ഷിതമായി നടക്കും. നിരന്തര പ്രാർത്ഥനയും വിശുദ്ധ വേദപുസ്തക വായനയും പുണ്യപ്രവൃത്തികളും ജീവിതത്തെ വിശുദ്ധിയിൽ നിലനിർത്തുന്നതിനുള്ള വിവേകപൂർവമായ മാർഗങ്ങളാണ്. സങ്കീർത്തനങ്ങൾ 119, 105. നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. നമ്മുടെ ആത്യന്തിക ലക്ഷ്യം ദൈവത്തിന് പ്രസാദകരമായ ഒരു ജീവിതം നയിക്കുകയും നിത്യജീവിതത്തിനായി തയ്യാറെടുക്കുകയും ചെയ്യുക എന്നതായിരിക്കണം. ഭൗമിക മോഹങ്ങൾ നമ്മെ വ്യതിചലിപ്പിച്ചേക്കാം. എന്നാൽ വിശുദ്ധീകരിക്കപ്പെട്ട ലക്ഷ്യം വിശുദ്ധീകരിക്കപ്പെട്ട ലക്ഷ്യം ശരിയായ പാതയിൽ നിലനിർത്തുന്നു. നിരന്തരം നന്മ പ്രവർത്തിച്ചുകൊണ്ടും നിരന്തരം ആരാധിച്ചുകൊണ്ടും നമുക്ക് യാത്ര തുടരാം. നടപ്പിൽ നിർമ്മലരായിരിക്കും. ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ യോഗത്തിന് കൃതജ്ഞത അർപ്പിച്ച് സംസാരിക്കുന്നതിനായി